എല്ലാവരും അമ്മച്ചിനെ കണ്ടിട്ട് കുറേ നാളായി എന്ന് പറഞ്ഞു. ഇതാണ് അമ്മച്ചി നടക്കുന്നത്. കാന്താരി അമ്മച്ചി, കലിപ്പത്തി കാന്താരി. 100 രൂപയ്ക്ക് 3 മറ്റേ കോട്ടൺ സിൽക്ക്. 999 രൂപയ്ക്ക് 3 സെറ്റ് സാരി, 3 സെറ്റ് മുണ്ട് അങ്ങനെ കിട്ടും. 3 പേര് കൂടി പോവാമെങ്കിൽ ലാഭം. ഓരോന്ന് എടുത്താൽ മതി. എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലാരും ഹാപ്പിയാണോ? അടയെന്നോ? അടയല്ല, ചക്കര. ഞങ്ങൾ രണ്ടുപേരും കൂടി രാത്രിയിൽ കടയിൽ പോയതാട്ടോ. ഞാൻ വീട്ടിൽ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ ഇവിടെ കറി വെക്കാനൊന്നുമില്ല. കുറച്ച് വാടിയ പച്ചക്കറി ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഇച്ചിരി മീനൊക്കെ വാങ്ങാമെന്ന് ഓർത്ത് നമ്മളങ്ങ് പോയി മീൻ വാങ്ങിക്കഴിഞ്ഞപ്പം കുറച്ച് ചീര വാങ്ങിച്ചുകൊണ്ട് വന്നു. എനിക്ക് ചീര തോരൻ വയ്ക്കണ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ ഓരോന്നോരോന്ന് എടുത്തോ. ഒരു കൊച്ചാണെങ്കിൽ ചെതലിനെ കുപ്പിയിൽ വളർത്തുന്നു. ഇവിടെ എന്താ ചെയ്യുന്നത്? ബൊമ്മാസിന് തീറ്റ കൊടുക്കാനാണ്. ആരോ വീഡിയോയ്ക്കകത്തിങ്ങനെ ചെതലിനെ വളർത്തിയിട്ട് കുറ്റുണ്ടാക്കി വളർത്തിയെന്നും പറഞ്ഞോണ്ട് എടുത്തോണ്ട് പോകണം. പെരക്കകത്ത് വെച്ചേക്കല്ലോ, പെരക്കകത്ത് വെച്ചേക്കില്ല, എടുത്തോണ്ട് പോ. അവിടെയൊക്കെ വെക്കുന്നടാ. അതൊന്നും അങ്ങനെയൊന്നും വെക്കാൻ കൊള്ളില്ല. ഇറക്കാം അങ്ങോട്ട് അങ്ങനെ ഇറക്കി വെക്കാം. വിറകിന്റെ അടുത്തൊന്നും വെച്ചേക്കരുത്. കുപ്പി അടച്ചു വെക്കാം. എന്നതാ എണ്ണയും ചതലും തന്നെ ഇഷ്ടമല്ലേ? പോടാ എന്നാ തെന്നി വീഴും. എണ്ണയിൽ തെന്നി ചതലും മൂക്കും കുത്തി വീഴുമെന്ന് കേക്ക് വേണം. അയ്യോ പട്ടി അവിടെ. ഈ അമ്മച്ചി പട്ടി കേറ്റിക്കൊണ്ട് എന്റെ പൊന്നെ മാക്കുവാവേ, പൊന്നെ ശുണ്ടരിവാവേ. എന്നാ ഇപ്പൊ പട്ടി എടുത്തോണ്ട് പോക്കോളൂ മീന്. എല്ലാവരും അമ്മച്ചിനെ കണ്ടിട്ട് കുറേ നാളായി എന്ന് പറഞ്ഞു. ഇതാണ് അമ്മച്ചി നടക്കുന്നത്. കാന്താരി അമ്മച്ചി, കലിപ്പത്തി കാന്താരി. അമ്മച്ചി നോർമലായിട്ടൊന്നും പറയില്ല. അമ്മച്ചി ദേഷ്യത്തിലാണ് സംസാരിക്കത്തുള്ളൂ. ഞാനോർത്ത് ബാഹുബലിയാണ് നമുക്ക് തോളെ വെച്ചോണ്ടാ വരുന്നതാണ്. ബാസ്ക്യുവാവേ, ചുണ്ടരിവാവേ. എടാ അതിന് ആ ഉടുപ്പെല്ലാം കേടാക്കാൻ വേണ്ടി ചെറുക്കൻ കാണിച്ചെടുക്കണം. നോക്കിക്കേ, നീ അരി കൊണ്ട് ടേബിളൊക്കെ എത്തിച്ചാണേ. തല വെച്ചോണ്ട് ഉണക്കി. എന്നിട്ട് ഇനി തലവേദനയാന്ന് പറഞ്ഞാൽ ചെറുക്കൻ തല്ലുകൊള്ളൂ എൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. തലവേദനയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യാ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ നിനക്ക് എന്നും തലവേദനയാണല്ലോടാ. എടാ നാളെ എങ്ങനെ കഞ്ഞിക്ക് തീ കത്തിക്കും? ഈ വറകിനെല്ലാം ഭയങ്കര നീളാണല്ലോ. ഇപ്പൊ നാളെ ചോറ് വെക്കാതെ ചപ്പാത്തി ഉണ്ടാക്കാം. അതിനത്ര നീളത്തിൽ വിറക് വെട്ടതാ? ആര് പറഞ്ഞു? അങ്ങനെ നീളത്തിൽ വിറക് അടുപ്പിൽ വെക്കാൻ കൊള്ളൂല. ചപ്പാത്തി ഉണ്ടാക്കും. ഇതെന്നാ? എടാ ഇതാണോടാ തന്നത്? അതിൽ നിന്ന് എന്നതാടാ കറി വെക്കാനുള്ളത്? അതങ്ങ് വെച്ചാൽ നാളെ അരിഞ്ഞ് കറി വെച്ചിട്ട് എനിക്ക് ചീരത്തോരന് തേങ്ങ അരച്ച് വെക്കണം. എടാ അതിനകത്ത് വെള്ളമില്ല. എടാ അത് കളയാത്ത എന്നാടാ? എടാ കൂട് കളയല്ലടാ. ഞാൻ പതുക്കെ കെട്ടി വെച്ചേക്കണം. അത് എനിക്ക് മറ്റേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത് മാങ്ങയാ. എടാ അമ്മച്ചി മാങ്ങ എടുക്കണടാ, നീ എടുക്കാതെ. ആ പഴം അല്ല, അത് ചനയ്ക്കാൻ വെച്ചേക്കണതാ. അമ്മച്ച കടുങ്കട്ടാക്കി വെക്കല്ലേ.
അമ്മച്ചിക്ക് തലകറക്കല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെ അമ്മച്ചി ഇത് കറക്റ്റായിട്ട് അഴിക്കും? കണ്ട അമ്മച്ചിക്ക് തലകറക്ക ഇല്ല. എന്തിനാടാ മണ്ണി കൊണ്ടുവച്ചത്? ഞാൻ നിരക്കുന്നു. അങ്ങനെ എല്ലാ കൂടും അഴിക്കുക. ഇത് എടുത്തോണ്ട് വന്നേടാ. ആ പച്ചക്കറി ഇട്ടാണ് പാത്രം, ചീഞ്ഞ പച്ചക്കറി ഉണ്ടേ കളാ. പൂപ്പെല്ലാം ഉണ്ടെന്നേ ഉള്ളൂ, ഒന്നുമില്ല. പകലൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് കഴുകി വെച്ചാൽ എന്താ ഇതൊക്കെ? ഒന്നും ചെയ്യില്ല. നിനക്കൊക്കെ ഒന്ന് കഴുകിയെന്നാടാ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മറ്റേനകത്തേക്ക് വെക്കണമെങ്കിൽ തന്നെ ഭയങ്കര വിലയാണ് ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും. പച്ചമുളക് സെപ്പറേറ്റ് ഇടണം. ഇപ്പം മീൻകറി വെക്കാനുള്ളതാണ്. സൈഡിലേക്ക് ഇടണം, എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. അത് സൈഡിൽ വെക്കാം. ഓ ഇഞ്ചി പിശുക്കി തന്നത് അവർ. 100 ഇതിന് 38 രൂപ വെളുത്തുള്ളിക്ക്. 100 വെളുത്തുള്ളിക്ക് 38 രൂപ. 1 കിലോ വെളുത്തുള്ളിക്ക് 380 രൂപ. ഉണക്കമുളക് വാങ്ങിച്ചതായത് 40 രൂപ. സാധനങ്ങളുടെ വില ഇങ്ങനെയാണ്. 2000 രൂപ കൊണ്ട് പോയാൽ ഒന്നുമില്ല. 2000 രൂപയുടെ സാധനം ഇത് മുഴുവൻ. അമ്മച്ചി തിന്നിടാത്തതിന് എൻ്റെ ഒരു കുഴപ്പമാണോ? ഇത് പച്ചമാങ്ങ. ഏത് പച്ചമാങ്ങ? പച്ചമാങ്ങ നാട്ടുമാങ്ങ. എങ്ങനെ? ആണ്ട്ര പോണോ? 500 പൂച്ചമാങ്ങ. നീ പോടാ ഇറക്കാം. നീ ഏത് ഇറക്കനാ? നീ ഏത് വീട്ടിലെ ചെറുക്കനാന്ന് ഇപ്പൊ പറ. ഈ വീട്ടിലൊന്നും അല്ല നീ. നിന്നോടാ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞ? ഈ വീട്ടിൽ ഒരു ഇളയതായിട്ടൊരു കൊച്ച ഉള്ളത് ഞാനാ. ദാറ്റ് ഈസ് മീ. നീ ഏപ്രിലുണ്ടായ, ഞാൻ മെയ്യിലുണ്ടായി. ഞാൻ ഏപ്രിലല്ല ഉണ്ടായത്. ജോജോ പപ്പ ഏപ്രില്. നാളെ ജോജോ പപ്പയുടെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതാ ജോജോ പപ്പ നിന്നെ നോക്കുന്നു. ഹലോ എന്നാടാ പറഞ്ഞ? ഹലോ എന്നാ? നീയാണോ മൂത്തത്? അപ്പാ നീ എന്നാണ് അമ്മച്ചിടാരൊക്കെ പല്ല് തൊളിച്ച് കാണിക്കണേ? എല്ലി ഒന്നല്ലേ ഉണ്ടാണ് ചെറുക്കിട്ട് 2 ചെല്ല മോണ ഇങ്ങനെ ഇറങ്ങിയായിരിക്കണത്. എന്തുവാടാ ഇത്? വിയർത്ത് കുളിച്ച എടാ ആരെങ്കിലും ഈ ചൂടത്ത് ഹുടി ഇട്ടോണ്ട് നടക്കുവാടാ പട്ട. ഇനി എന്നെ എടുത്ത് വെക്കാനുള്ള വെച്ചാൽ പച്ചമുളകിൻ്റെ പാത്രം എടുത്തോണ്ട് വാ. ഇവനെ പണിയെടുപ്പിക്കണത്, ബാലവേല ചെയ്യിക്കും അവനെ കൊണ്ട്. പച്ചമുളക് വേണ്ട, നീ തിന്നോ, എടുത്തു വെക്ക. അത് അങ്ങോട്ട് പറക്കിയിട്ട് നീ വേണം മീൻകറി വെക്കാനും മീൻ വറക്കാനും കേട്ടോ. ഓലക്കൊടി പിന്നെ ചെമ്പല്ലി, 1 കിലോ ചെമ്പല്ലി വറക്കാൻ വാങ്ങിയതാ. കുറേ നാളായി മീൻ വറുത്തിട്ട്, അതുകൊണ്ട് ക്ലീനാക്കിയാ വാങ്ങിയ. ഓലക്കൊടിയൊക്കെ കട്ട് ചെയ്തതാ. വേണമെങ്കിൽ അതൊന്നോടെ മുറിക്കാന്നേ ഉള്ളൂ. ഞാൻ അടുത്ത കൂട് പൊട്ടിക്കാം. അത് അതിനകത്തേക്ക് ഇട്ടേരെ. ആ പാത്രം എടുക്കാം. നീല എടാ അങ്ങനെ കീറല്ലേടാ.
ആൻസിൻ്റെ ആയുധം പല്ലാണ്. ആയുധങ്ങളാണല്ലോ സഖാവേ, നാളെ പീതപുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിലാണോ. നിന്റെ ചില്ലയിൽ വേലുറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടും. ആ ഉപ്പും പാത്രം എപ്പോഴും മറച്ചിടും. എടാ ഇത് ആവശ്യമില്ലാത്ത ഇങ്ങനെ വെക്കരുത്. നിന്റെ ആവശ്യം കഴിഞ്ഞ് എടുത്തു വെക്കടാ. ഉച്ചയ്ക്ക് എന്തിനാ എന്നെ കാത്തിരുന്നത്? ഞാൻ ഉച്ചയ്ക്ക് വരുവാ. അതിനാ ഞാൻ ആൻസുകുട്ടന് വാങ്ങിച്ചു കൊടുത്താണ് ബിങ്കോ. പിന്നെ മിക്സറ്. ആ സ്പെഷ്യൽ മിക്സ്ചർ. ബ്രെഡ്. ബ്രെഡാടാ അത്. എനിക്ക് ഈ ബ്രെഡൊന്നുമല്ല, പണ്ടത്തെ ബ്രെഡ് ഇപ്പം കിട്ടാനില്ല. പണ്ടത്തെ എലൈറ്റ് ബ്രെഡ് ഉണ്ടായിരുന്നു, അതുപോലെ വേറെ ഒരു ബ്രെഡ് ഉണ്ടായിരുന്നു, ഒരു ബ്രൗൺ കളറ് കവറിനകത്തുള്ളത്, ഓർബിറ്റ്. അത് മഞ്ഞൾപ്പൊടി. ഇവിടെ മഞ്ഞൾപ്പൊടി തീർന്നു. ഇങ്ങതാ എനിക്ക് മഞ്ഞൾപ്പൊടി, എന്തെങ്കിലും മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കണം. ടർമറിക് പൗഡർ അതൊരു പാക്കറ്റ്. റവയും അത് എലൈറ്റിൻ്റെ റവയായത്. പിന്നെ ബ്രാഹ്മിൻസിൻ്റെ മറ്റേ ആശീർവാദം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇതെടുത്തത്. ആ ആ അരി ഇപ്പം പൊട്ടിച്ചിടണ്ട കേട്ടോ, അത് തീർന്നിട്ട് പൊട്ടിക്കാം കേട്ടോ. ആ നീ തീരുമ്പോൾ പൊട്ടിച്ചിട്ടാ മതി. പിന്നെ ഞങ്ങളൊരു 7up വാങ്ങിച്ച്. 7up എടുക്കാവോടാ? ഇതൊക്കെ എങ്ങനെ എടുത്ത് വെച്ചേന്നാ? എടുത്ത് വെക്കടാ ആൻസ് ഇതൊക്കെ. എടാ ഈ പച്ചക്കറി കൊണ്ട് വെച്ചാടാ. ആയുധങ്ങളാണല്ലോ സഖാവേ. ശരിയാവുന്നല്ല, അവിടെ ഇരിക്കട്ടെ. ആ എന്നാടാ? സക്കക്കുരു. അതെന്നാ അത്? സക്കക്കുരു. പണ്ടാരുണ്ട് സക്കക്കൊമ്പൻ എന്ന് പറഞ്ഞ. അത് സക്കക്കൊമ്പനെ കൊണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ എൻ്റെ ഷക്കക്കൊമ്പനാണോണേ. മാക്കോയെ ചെരുപ്പ് ഊരിട്ട് കാല് ആവശ്യം. നാളെ ചുരിദാറിട്ടുകൊണ്ട് പോയാലോടാ. എടാ നാളെ ചുരിദാറിട്ടുകൊണ്ട് പോയാലോടാ. ഇടാൻ പറ്റിയ ചുരിദാറുണ്ടോടാ ആൻസ്? എനിക്ക് പറയടാ, എനിക്ക് ഇടാൻ പറ്റിയ ചുരിദാർ വല്ലതും ഉണ്ടോ? ഏതാ? ഇത് ഇട്ടതാ അമ്മച്ച. നോക്കണ്ടായില്ലേക്ക്. അണ്ണാൻകുഞ്ഞ് തന്നാലായത്. പോയി കൈ കഴുകിയിട്ട് സാധനത്തിലൊക്കെ തുടങ്ങി. ഓ ഉമ്മയും കൊടുത്തു. അണ്ണാൻകുഞ്ഞൊരു ഉമ്മ കൊടുത്തു. അണ്ണാൻകുഞ്ഞ് എപ്പോഴും എനിക്കും ഉമ്മാരും. ബാസ്ക്യൂ രാവിലെ കഞ്ഞി വെക്കാൻ നിൽക്കുമ്പോൾ എണീറ്റ് ഓടി വരും പാവം, ചെവി ആട്ടിക്കൊണ്ട്. എടുത്ത് വെക്കടാ അത്. ആയുധങ്ങളാണല്ലോ സഖാവേ. ബാക്കി മറന്നു പോയല്ലോടാ. ഞാൻ കവിതയുടെ ബാക്കി എന്തുവാടാ? നാളെ ഈ പീതപുഷ്പങ്ങൾ ഇടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും. കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കെ ജയിലിൽ. എടാ അജുമിയുടെ പൊടി ഇങ്ങെടുത്തോടാ. അത് കൊള്ളില്ല, കുറേ നാളായതാ, കളയാം. ഓക്കെ. എടാ അതെന്നാണ് തുറന്നു പോയാ പിന്നെ എടുക്കാൻ കൊള്ളാവോടാ? ആ ഇല്ല. ആ പിന്നെ ക്ലിയർ ആയിട്ട്. പിന്നെ ചില സമയത്ത് ഇവനെ പിടിച്ച് ചന്തി അടിച്ച് പൊട്ടിക്കാൻ തോന്നും. പോടാ പോ.
തിന്നാനുള്ള എടാ അതെടുത്ത് വെക്കടാ. എടാ അതിൻ്റെ മുകളിലേക്ക് എല്ലാം കൂടെ കൊണ്ട് വെക്കല്ലേ, ആ സാരി പോകും. കഴുകാൻ വെച്ചേക്കണം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് അവിടെ തന്നെ ഇരിക്കും 10 കൊല്ലം. ആരും തൊടൂല, ആരും ഒന്നും തൊടൂല. എല്ലാവർക്കും വിറകൊക്കെ പറക്കാനും വെട്ടാനൊക്കെ ഒന്ന് പറ്റും. ഞാൻ ഇടണൊന്നും ആരും അനക്കത്തില്ല. അമ്മച്ചി ഇവിടെ എവിടെ വിറകുണ്ടല്ലോ അമ്മച്ചി ഓട്ടി നടന്ന് വെട്ടും, കറങ്ങി നടന്ന് വെട്ടും. ഇല്ലടാ, ഇല്ലേ? ആ പറയടാ, സത്യമല്ലേടാ? എടാ ഇതൊന്ന് പറക്കി അപ്പുറം കൊണ്ടിടാവോ? അത് ഇഞ്ചി എടുത്തോണ്ട് വാടാ. ഇത്രയും വെളുത്തുള്ളിക്ക് 38 രൂപ. ഇതുണ്ടോ? 4. ഇതൊന്ന് പൊക്കാൻ കൈ. എന്തിനാടാ ഇവിടെ വെച്ചേക്കണ? ഉള്ളിയെല്ലാം ചീഞ്ഞു പോകാൻ വേണ്ടി. ഹോ, ഇത് കഷ്ടാന്നാ ഓർക്കണേ. ഉള്ളിക്കകത്തേക്ക് ആരുടെ തേങ്ങ പൊട്ടിച്ചിട്ടതാ. ഇന്നൊരു തേങ്ങ എടുത്ത് വെക്കണം, നാളത്തേക്ക് ചീര കറി വെക്കാം. അടുത്തടാ വച്ചാ എനിക്ക് കുടിക്കാൻ തരുമോ? കാണുമ്പോ പറയാമോ നീ ഒരു കൊറിയൻ കാറ്റേ. അതറിയത്തില്ല, നോക്കണം. ചേട്ടാ നേരത്തെ മുട്ടിക്കരുത് കേട്ടോ. നേരത്തെ മുട്ടിക്കില്ല, അകന്ന് നിൽക്കുന്നേ. ഇതൊന്നാട് കട്ട് ചെയ്യേണ്ട വരും. ഇതൊക്കെ ഹോട്ടലിലേക്ക് ഉള്ള രീതിയിലാണ് നോക്കി വെച്ചിരിക്കുന്നത്. അത് വേറെ വെക്കണം കൊച്ചാ. കല്ല് കളഞ്ഞിട്ടില്ല. കരളുണ്ടെങ്കിലല്ല അപ്പം കിട്ടത്തോളം. അതിനകത്തേക്കിടാ. അങ്ങനെ ക്ലീനാക്കി തരുവുള്ളൂ. അതിലേക്ക് ചാടിക്കില്ല, കമത്തി പിടിക്കില്ല, വെള്ളം മൊത്തം പോവും. അതിനകത്തേക്ക് വെച്ചാൽ ആ കൂടുകളെല്ലാം ഇട്ടാൽ അതിനകത്തേക്ക്. വെള്ളം അടിച്ചിട്ടുണ്ട് അതിനകത്ത്. നാളെ ചുരിദാർ കൊണ്ടുപോയാൽ ഇടാനൊക്കെ ചുരിദാറെല്ലാം ഉണ്ടോ എനിക്ക്? അതവിടെ ഇരുന്നോളൂ. അതവിടെ ഇങ്ങനെ ദാഹിക്ക് ഉടങ്ങി ഇച്ചിരി വെള്ളം എന്താ അടുത്തടാ. ആ കുളിക്കാനാണ് ചെറുക്ക. നല്ല രസാ. അവൻ്റെ ചെയ്ത് നോക്കൂ. എൻ്റെ മുഖം മെലിഞ്ഞോ? എൻ്റെ മുഖം മെലിയാൻ വേണ്ടിട്ടല്ലേ ഞാൻ നടക്കണ. എനിക്കിഷ്ടമല്ല വണ്ണം. എൻ്റെ മുഖം മെലിയണം, എനിക്ക് വണ്ണം വേണ്ട. ബിന്ദു പണിക്കരുടെ മുഖം പോലെ ഇരിക്കും വലിയതായിട്ട്. എനിക്കത് ഇഷ്ടമല്ല. മെലിയണല്ല നല്ലതാ. അതാ പിന്നെ എന്ത് കാണിച്ചു പറയണ? അതെന്റെ ആണോടാ? ഇതാ എൻ്റെ. ഇതെന്റെ. എൻ്റെ ഞാൻ ബി എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ക്യൂടെക്സ് ഇട്ടിട്ടാ കാണിച്ചിരാവേ. കറുപ്പും ചുവപ്പും. അത് പദം മാത്രമേ ഉള്ളൂ ചെറുക്കതേ. താന്ന് പോണം. അതൊക്കെ ഒഴിക്കണ, അപ്പൊ പദം ഇല്ലാതെ വരും. ഇപ്പൊ വയറ്റിന്ന് കയറി വരുവേ. എമ്പക്കം വരും. വേണ്ട തുള്ളി കാണിക്കണ
കുഞ്ഞിപ്പുഴു, തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു, തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു, തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു. ഈ ഹെയർ ബാൻഡ് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇറുകിയിരിക്കുന്ന തല. പക്ഷെ എനിക്ക് ഹെയർ ബാൻഡ് വെക്കണം. ഞാൻ ഈ ഹെയർ ബാൻഡ് വാങ്ങിയെന്ന് വെച്ചപ്പോൾ ഇവിടെ കുഴിഞ്ഞു ആയിട്ട്. എന്തോ ആടാ ഈ ചുരിദാറൊക്കെ എടുത്തിട്ട് എത്ര വർഷങ്ങളായതാ. 2017 വാങ്ങിയതാ ഇത്. എടാ മാറാ, എനിക്ക് കാലൊക്കെ വയ്യാത്തോണ്ടാടാ ഞാൻ ഇങ്ങനെ കാല് വെച്ചേക്കുന്നതാ. നീ എന്തുവാ ഇങ്ങനെ ചെയ്യുന്നേ? നിനക്ക് എവിടെ അങ്ങനെയൊക്കെ ഇരിക്കാൻ പാടില്ല. നിനക്ക് ഇതൊക്കെ എടുത്തൊന്ന് കഴുകിയിട്ട് തന്നെയായിരുന്നു പകലിരിക്കുമ്പോ. ആ സാരിയില്ല, എന്നെയും കാണിച്ച് കുത്തിപ്പിടിഞ്ഞിട്ടാ മതി. അയ്യോ വന്ന് 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 എന്തോരും എനിക്ക് അളക്കാൻ കിടക്കണതാ. അടക്കണ സാരി അല്ല ഇപ്പൊ പല്ല് വെട്ടി വലിയ ഓട്ടം. എന്റെ അത്ര സാരി പല്ല് വെട്ടിന്നറിയുമ്പോ 150 രൂപയ്ക്ക് 3 ഷിഫോൺ സാരി കിട്ടും സീമാസിൽ തന്നെ. രൂപയ്ക്ക് 3 ഷിഫോൺ സാരി. ഞാനും വാങ്ങിച്ചോണ്ടൊന്നുമില്ല അതുപോലത്തേക്ക്. പിന്നെ 1000 രൂപയ്ക്ക് 999 രൂപയ്ക്ക് 3 പട്ടുസാരികള്, നല്ല പട്ടുസാരി ഇല്ലേ അതുപോലത്തെ. 300 രൂപയ്ക്ക് 3 മറ്റേ കോട്ടൺ സിൽക്ക്. 999 രൂപയ്ക്ക് 3 സെറ്റ് സാരി, 3 സെറ്റ് മുണ്ട് അങ്ങനെ കിട്ടും. 3 പേര് കൂടി പോവാമെങ്കിൽ ലാഭം. ഓരോന്ന് എടുത്താൽ മതി 3 പേരും കൂടെ. പക്ഷെ എനിക്ക് സെറ്റും മുണ്ടും സെറ്റ് സാരിയും വാങ്ങണം. എൻ്റെ സെറ്റ് സാരി ഒക്കെ പോയി. അപ്പോൾ എനിക്കിഷ്ടമാണ് സെറ്റ് സാരി കൊടുക്കുന്നത്. അത് തീർന്നവരെയല്ലേ കാണുള്ളൂ. അവിടെ നല്ല തിരക്കാ. പക്ഷെ സെറ്റ് സാരിയുടെ ഏരിയയിലേക്ക് അങ്ങനെ അധികം ആൾക്കാർ നോക്കണില്ല. ഓണം വിഷു ഒക്കെ കഴിഞ്ഞു പോയില്ലേ? കഴിഞ്ഞ ഓണമൊക്കെ കഴിഞ്ഞില്ല. ഇനി ഓണം വന്നെങ്കിൽ കുറേ നാളെടുക്കും. പക്ഷെ ഓണം ഇനി വരുന്നുണ്ട്. അന്നത്തേക്ക് 2-3 സെറ്റ് സാരി വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടം സെറ്റ് സാരി, സെറ്റ് മുണ്ട്. സെറ്റ് മുണ്ടും എനിക്കിഷ്ടം. ശ്രീകൃഷ്ണന്റെ ഒക്കെ പടം വരച്ച സെറ്റ് സാരി ഇരിക്കുന്നുണ്ട്. അയ്യോ വൈകിട്ട് പോണ്ട. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ സത്യത്തിൽ വീഡിയോ ഓൺ ചെയ്ത കാര്യം മറന്നുപോയി. എല്ലാവരും പറയും നാച്ചുറൽ വീഡിയോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ പിടിച്ചു തരാൻ ആളില്ല. അങ്ങനെ സംസാരിക്കരുത്, ഇങ്ങനെ പറയാവുള്ളൂ, അങ്ങനെയൊന്നും പറഞ്ഞ് ഒരു ക്യാമറമാനന്മാരും നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും മൊബൈൽ സ്റ്റാൻഡ് മൊബൈലൊക്കെ അങ്ങ് വെച്ചേക്കും. എന്നിട്ട് നമ്മുടെ ജോലി ചെയ്യും. നാച്ചുറലായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അത് നേരെ ഈ ക്യാമറ അങ്ങ് പകർത്തിയെടുക്കും. അത് യാതൊരു എഡിറ്റിങ്ങും കട്ടിങ്ങും ഇല്ലാതെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യും. അത്രയുള്ളതാണ് നമ്മൾ നാച്ചുറൽ വീഡിയോ ആയി മാറിപ്പോകുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ എൻ്റെ റിയൽ ലൈഫാണ് കാണിക്കുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല. എല്ലാവർക്കും അത് അറിയാവുന്ന നമ്മൾ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ. അപ്പോൾ അടുത്ത മീൻ വയ്ക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും വീണ്ടും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും.